എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നു ടെസ്റ്റിംഗിയിലെ ഇൻവൊക്കേഷൻ കൗണ്ട് എന്ന ആട്രിബ്യൂട്ടിന്റെ യൂസേജ് ആണ്. form.testng concepts എന്ന പാക്കേജിനകത്ത് ഒരു ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ക്ലാസ്സിന് പേരായിട്ട് ഇൻവൊക്കേഷൻ കൗണ്ട് ടെസ്റ്റ് എന്ന് ഞാൻ കൊടുക്കുവാണ്. ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ ക്ലാസ്സിനകത്ത് ഞാനൊരു ടെസ്റ്റിംഗ് മെത്തേഡ് എഴുതാൻ പോവുകയാണ്. @test എന്ന നൊട്ടേഷൻ യൂസ് ചെയ്തു. അതിനുശേഷം പബ്ലിക് വോയിഡ് test1 എന്ന മെത്തേഡിന് പേര് കൊടുക്കുന്നു. അതിനുശേഷം ഇത് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുവാണ്. SYSO test1 മെത്തേഡിന്റെ പേര് ഞാൻ കൺസോളിൽ പ്രിന്റ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം @test എന്നുള്ള അനോട്ടേഷൻ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി Ctrl+Shift O എന്നുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നു. ഇമ്പോർട്ടായി. ഇൻവൊക്കേഷൻ കൗണ്ട് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് മെത്തേഡ് മൾട്ടിപ്പിൾ ടൈംസ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. ഞാൻ ആ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി ഇൻവൊക്കേഷൻ എന്നുള്ളത് ടൈപ്പ് ചെയ്ത ശേഷം കൺട്രോൾ സ്പേസ് അടിക്കുമ്പോൾ സജഷൻ വരും. ഇൻവൊക്കേഷൻ കൗണ്ട് എന്ന ആട്രിബ്യൂട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന വാല്യൂ ഇൻറ്റീജർ ആണ്. ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ദ നമ്പർ ഓഫ് ടൈംസ് ദിസ് മെത്തേഡ് ഷുഡ് ബി ഇൻവോക്ക്. അതായത് ഇൻവൊക്കേഷൻ കൗണ്ടിൻ്റെ വാല്യൂ 5 എന്നാണ് ഞാൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് ഫയൽ റൺ ചെയ്യുമ്പോൾ 5 ടൈംസ് ആ മെത്തേഡ് എക്സിക്യൂട്ട് ആവും. അങ്ങനെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് 5 തവണ കൺസോൾ പ്രിന്റ് ചെയ്ത് വരും. ഡീഫോൾട്ട് വാല്യൂ 1 ആണ്. ഞാൻ ആ ഡീഫോൾട്ട് വാല്യൂ ചേഞ്ച് ചെയ്യാൻ പോവാണ്. 5 എന്ന് കൊടുത്തു. അപ്പോൾ ഈ ക്ലാസ് ഫയൽ റൺ ചെയ്ത് കഴിയുമ്പോൾ test1 എന്നുള്ള ഈ മെസ്സേജ് കൺസോളിൽ 5 ടൈംസ് പ്രിന്റ് ചെയ്ത് വരും. അതായത് test1 എന്നുള്ള മെത്തേഡ് 5 ടൈംസ് എക്സിക്യൂട്ട് ആവുകയാണ് ചെയ്യുന്നത്. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റൺ ആസ് testng ടെസ്റ്റ്. നിങ്ങൾക്ക് കാണാം 5 ടൈംസ് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നു. അതുപോലെ റൺസ് ഇവിടെ 5 എന്നും വന്നിട്ടുണ്ട്. പാസസ് 5 എന്നുള്ളതും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 5 എന്നുള്ള കൗണ്ട് മാറ്റി 100 ആക്കാം. അതിനുശേഷം വീണ്ടും ഞാൻ ക്ലാസ് ഫയൽ റൺ ചെയ്യാൻ പോവാണ്. റൺ ആസ് testng ടെസ്റ്റ്. ടൈംസ് test1 എന്നുള്ള കൺസോൾ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ ടെസ്റ്റ് റൺസിന്റെ കൗണ്ട് 100 ആണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. പാസസിന്റെ കൗണ്ടും 100 ആണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇൻവൊക്കേഷൻ കൗണ്ട് യൂസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് കേസ് മൾട്ടിപ്പിൾ ടൈംസ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻവൊക്കേഷൻ കൗണ്ടിന് ഒരു വാല്യൂ കൊടുക്കുക. ആ കൊടുത്തിരിക്കുന്ന വാല്യൂ എത്രയാണോ അതനുസരിച്ച് ആ പർട്ടിക്കുലർ ടെസ്റ്റ് മെത്തേഡ് എക്സിക്യൂട്ട് ആവും. അപ്പം ഇൻവൊക്കേഷൻ കൗണ്ട് എന്ന കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.